ഒരു സിനിമയിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ചില എക്സ്കർഷനൊക്കെ പോകുന്ന പോലെയാണ്. ക്യാമറയൊക്കെ കൂടെ കാണുമെന്നുള്ളേ ഉള്ളൂ, ഒരു സ്ക്രിപ്റ്റും അതൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ഇരുന്നൊരു സീനൊക്കെ വായിച്ചിട്ട് ഇതിനകത്ത് ഇനി എന്തെല്ലാം നമ്മളായിട്ട് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ ഇരുന്ന് കൂട്ടമായിട്ട് ചർച്ച ചെയ്ത് ആയിട്ടാണ് സീൻ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സീനൊന്നും പാഴാവില്ല എന്തായാലും. പിന്നെ നാദിർഷയുടെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. മാത്രമല്ല, എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ മിമിക്രി കാണിക്കുന്നത് നാദിർഷയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക വാത്സല്യം അദ്ദേഹത്തിനോടുണ്ട്. കോമ്പിനേഷൻ എന്ന് പറയും 3 ഷാജിമാർ. അപ്പം അങ്ങനെയാണ് കഥയൊക്കെ പറയേണ്ടി വരും. ഞാൻ കഥയൊന്നും പറയില്ല, എന്നെ കൊന്നാൽ ഞാൻ പറയില്ല കഥ. അപ്പോൾ ഞങ്ങൾ 2 ഷാജിമാർ തമ്മിൽ കാണുന്നുണ്ട്. 3ാമത്തെ ഷാജി അന്വേഷിച്ച് 2 ഷാജിമാർ കിടക്കുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഇനി സിനിമ കണ്ടാലേ എനിക്കും അറിയുള്ളൂ ഇത് എന്തൊക്കെയാണെന്നുള്ളത്. എന്തായാലും 3 ഷാജിമാർ സിനിമയിലുണ്ടെന്നുള്ള ഉറപ്പാണ്. ഞാൻ ഷാജിയാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മറ്റേവരുടെ പേര് ഷാജിയാണെന്ന് അറിയാം. ഇനി കള്ളം പറഞ്ഞാണെന്ന് എനിക്കറിയാൻ വയ്യ. അല്ല, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തൃശ്ശൂരിൻ്റേതായ ഒരു ഭാഷയുണ്ട്, കോട്ടയത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ട്രിവാൻഡ്രത്തുകാരുടെ ഭാഷയെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കണം എന്നത് തിരുവനന്തപുരത്തുകാരുടെ ആവശ്യമാണ്, കൂടാതെ എൻ്റെയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഞാൻ. അതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക്. നാദിർഷയുടെ സിനിമ എന്ന് പറയുന്നത് കോമഡി തന്നെയാണല്ലോ. എന്ന് വെച്ചിട്ട് കോമഡി സിനിമ മാത്രം ചെയ്യുന്ന ആളല്ല നാദിർഷ. ചിലപ്പോൾ നാളെ ഒരു സമയത്ത് വളരെ ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമ ചെയ്യുന്നിരിക്കും. ഇപ്പോൾ ഒരു സംവിധായകൻ ഇന്നതേ ചെയ്യാവുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പ്രിയചേട്ടൻ ആദ്യകാലങ്ങളിൽ എല്ലാം തമാശ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ കാലാപാനിയൊക്കെ എടുത്ത് നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോമഡി മാത്രം ചെയ്യുന്നൊരു സംവിധാനമല്ല നാദിർഷ. അദ്ദേഹത്തിന് നാളെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയും ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നാദിർഷയുടെ നേരത്തെ ഇറങ്ങിയ 2 സിനിമകൾ എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവൽ സിനിമകളായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, പ്രേക്ഷകർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല, അത് ഉറപ്പാണ്.